ഭക്ഷണം ഒരുപാട് തിന്നലല്ല ആരോഗ്യം. ഭക്ഷണം തിന്നലല്ല ആരോഗ്യം, ഭക്ഷണം കുറക്കലാണ് ആരോഗ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആ ഹദീസിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, വഇസ്സതി ലാ അജ്മഉ ലിഅബ്ദി അംനൈനി വലാ ഖൗഫൈൻ. നിങ്ങൾക്ക് രണ്ട് പേടിയുണ്ടാവൂല, രണ്ട് അടിച്ചുപൊളി ഉണ്ടാവൂല. ഇവിടെ നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചാൽ നിങ്ങൾക്ക് അവിടെ പേടിക്കാനുണ്ടാവൂല. മഹ്ശറ ലോകത്ത് നിങ്ങൾക്ക് അടിച്ചുപൊളിക്കാം. എന്നാൽ ഇവിടെ അല്ലാഹുവിനെ ഭയക്കാതെ അടിച്ചുപൊളിച്ച് ജീവിച്ചാൽ നാളെ പാരത്രിക ലോകത്തെത്തിയാൽ ഭയക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് രോഗങ്ങള്. അല്ലാഹു തആല പരീക്ഷണങ്ങളായി രോഗം തന്നാൽ ക്യാൻസർ പോലെ, അറ്റാക്ക് പോലെ, കിഡ്നി തകരാറിലാകുന്നത് പോലെ എത്ര വലിയ രോഗങ്ങളാണെങ്കിലും അല്ലാഹു തആല ഇവിടെ രോഗം കൊണ്ട് കഷ്ടപ്പെട്ട ഒരാളെ നാളെ പാരത്രിക ലോകത്ത് പ്രയാസപ്പെടുത്തൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ. അല്ലാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ, എന്താ പഠിച്ചോൻ ചെയ്യാ? അല്ലാഹുവിന് ഇഷ്ടം, ഇന്നല്ലാഹ യുഅതിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്ബ്. പണം ഇഷ്ടമുള്ളവനും കൊടുക്കും, ഇഷ്ടമില്ലാത്തവനും കൊടുക്കും പണം. ലോകത്തെ ഏറ്റവും വലിയ മുതലാളി എലോൺ മസ്ക്, ഏലിയൻ എന്നാണ് എലോൺ മസ്കിനെ എല്ലാവരും വിളിക്കുന്നത്. ഒരു അന്യഗ്രഹ ജീവി എന്ന എലോൺ മസ്കിനെ വിളിക്കുന്നത്. എലോൺ മസ്കിന്റെ വണ്ടിയാണ് യാർഡിൽ നിന്ന് ഡ്രൈവർ ഇല്ലാതെ അമേരിക്കയുടെ ട്രാഫിക് നിറഞ്ഞ നഗരങ്ങളിലൂടെ ഒരു ഡ്രൈവറിന്റെ സഹായമില്ലാതെ ഒരു ഫാമിൽ പോയിട്ട് ഫാമിൽ നിന്നൊരു വസ്തു ആ വണ്ടിയിൽ വെച്ച് തിരിച്ച് യാർഡിലേക്ക് ഡ്രൈവർ ഇല്ലാതെ തിരിച്ചു വന്നത്. എലോൺ മസ്ക് തന്നെ ആ വീഡിയോ പുറത്ത് ഔട്ട് ചെയ്തിരുന്നു. എലോൺ മസ്കിന്റെ ഒരു ഫോൺ വരാൻ പോവാണ്. ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും ഇന്റർനെറ്റ് സംവിധാനമുള്ള ഫോണ്. കർണാടക, കേരള, ഇന്ത്യ, ഉസ്ബെക്കിസ്ഥാൻ, അമേരിക്ക, അങ്ങനെയൊന്നുമില്ല. എവിടെ പോയാലും നെറ്റ് ഉണ്ടാകും. സിം മാറ്റണ്ട, റീചാർജ് ചെയ്യണ്ട. സ്പൈസിൽ നിന്ന് ഇന്റർനെറ്റ് സംവിധാനം. അപ്പൊ ഏലിയൻ എന്നാ വിളിക്കാം, അന്യഗ്രഹ ജീവി. ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയും എലോൺ മസ്ക്. പക്ഷെ എലോൺ മസ്ക് ഇന്ന് വരെ അള്ളാഹ്ക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്തിട്ടില്ല, പടച്ചോന് വേണ്ടി ഒരു സുജൂദ് ചെയ്തിട്ടില്ല. ഇന്നല്ലാഹ യുഅതിൽ മാല ലിമൻ അഹബ്ബ വലിമൻ ലം യുഹിബ്ബ്. അല്ലാഹു തആല പണം നൽകുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ടവനാണോ ഇഷ്ടപ്പെടാത്തവനാണോ എന്ന് അല്ലാഹു നോക്കാറില്ല. എല്ലാവർക്കും നൽകും. സുജൂദ് ചെയ്തവനും നൽകും, സുജൂദ് ചെയ്യാത്തവനും നൽകും. ആദ്യത്തെ 10 മുതലാളിമാർ, ലോകത്തെ ആദ്യത്തെ 10 മുതലാളിമാരെടുത്താൽ ഒരാള് പോലും അല്ലാഹുവിന് സുജൂദ് ചെയ്തവനുണ്ടാവൂല. പകരം അല്ലാഹുവിനെ നിഷേധിക്കുന്നവരായിരിക്കും പലരും. അങ്ങനെയുള്ളവരുടെ കയ്യിലാണ് ലോകത്തിന്റെ 30% സമ്പാദ്യങ്ങളുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു തആല പണം കൊടുക്കുമ്പോഴുള്ള മാനദണ്ഡം അയാളോട് ഇഷ്ടമുണ്ട് എന്നല്ല. എന്നാൽ വലാകിൻ അല്ലാഹു തആല ഇൽമു നൽകുന്നത് അവൻ ഇഷ്ടപ്പെട്ടവർക്കാണ്. അറിവ് നൽകുന്നത് അവൻ ഇഷ്ടപ്പെട്ടവർക്കാണ്. തിരിച്ചറിവ് നൽകുന്നത് അവൻ ഇഷ്ടപ്പെട്ടവർക്കാണ്. തിരിച്ചറിവുണ്ടാവണം. അറിവിനേക്കാളും പ്രധാനം തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ. അറിവല്ല പ്രധാനം, തിരിച്ചറിവാണ്. അറിവുണ്ടായിട്ട് കാര്യമില്ല, തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. അറിവുള്ള എത്ര ഡോക്ടർമാരാണ് ലഹരിയുടെ ഡീലർമാരായിട്ടുള്ളത്? ഡോക്ടർമാർക്കൊക്കെ വിവരമുണ്ട്. MBBS നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് MBBS കിട്ടിയ ആളാ ബഹുഭൂരിഭാഗം ആളുകൾ. നീറ്റ് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് 600, 1000 റാങ്കിന്റെ ഉള്ളിൽ വരുന്ന ആളുകൾ. അപ്പൊ നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് MBBS എടുത്ത ഡോക്ടർമാരാണ് മദ്യത്തിന്റെ ലഹരിയുടെ അടിമയായവർ. ഒരു IAS-കാരനാണ് ഈ അടുത്ത് കേരളത്തിൽ ഒരു IAS-കാരൻ കള്ള് കുടിച്ചിട്ട് ഒരു മാധ്യമ പ്രവർത്തകനെ ഇടിച്ചിട്ടത്. കള്ള് കുടിച്ചിട്ട് IAS-കാരൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാഷ്ട്രത്തിലെ IAS-കാരന്റെ സ്ഥാനം എന്താ? ഒരു രാജ്യത്തില് എന്താ സ്ഥാനം? വലിയ സ്ഥാനം IAS-കാരൻ. സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വിവരമില്ലായിട്ടാണ്? അല്ല, ഇവൻ കള്ളുടിച്ചെടുക്കുന്നത് തിരിച്ചറിവില്ലായിട്ടാണ്. എന്നിട്ട് തെളിവുകൾ നശിപ്പിക്കുന്നത് തിരിച്ചറിവില്ലാത്തതിന്റെ ഭാഗമാണ്. അറിവുണ്ടായിട്ട് കാര്യമില്ല,
മനുഷ്യന് വേണ്ടത് തിരിച്ചറിവാണ്. തിരിച്ചറിവില്ലാതിരിക്കുമ്പോൾ മൃഗങ്ങളെക്കാളും മതപതിക്കും. അത് IAS-കാരനാണെങ്കിലും ശരി, ഡോക്ടർമാരാണെങ്കിലും ശരി, മൃഗങ്ങളെക്കാളും അവർ അധപതിക്കും. അവ പ്രിയപ്പെട്ടവരെ, ഇഷ്ടമുള്ളവർക്കാണ് അല്ലാഹു തിരിച്ചറിവ് നൽകുക. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് റബ്ബിനെ തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ കണ്ണിനെ കുറിച്ച് പഠിക്കണം, നമ്മുടെ കൈകളെ കുറിച്ച് പഠിക്കണം. അല്ലാഹു തആല നമ്മൾക്ക് തന്ന അവയവങ്ങളെ കുറിച്ച് പഠിക്കണം. ബയോളജി പഠിക്കുന്നവർക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ വിരൽ തുമ്പുകൾ പോലും സമപ്പെടുത്താൻ കഴിവുള്ളവനാണ് അല്ലാഹു. പക്ഷേ ലോകത്ത് കോടാനക്കോടി ആളുകൾ ഉണ്ടായിട്ട് ഒരാളുടെ വിരൽ തുമ്പ് പോലും സമമല്ല. എന്തേ? അല്ലാഹുവിന്റെ സൃഷ്ടിപ്പത്ര മനോഹരമാണെന്ന് നോക്കൂ. നമ്മുടെ കണ്ണുകള് ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് വെച്ചാൽ മനോഹരമാണെന്ന് ലോകത്തിന് വരെ വന്ന ഒരു സയന്റിസ്റ്റ് പറഞ്ഞിട്ടില്ല, ഒരു ഡോക്ടർ പറഞ്ഞിട്ടില്ല. മൂക്ക് ഇത് ഇവിടുന്ന് മാറ്റി നെറ്റിയിൽ വെക്കണം, കവിളിൽ വെക്കണം. ചുണ്ട് ഇവിടെ വേണ്ടായിരുന്നു, തലയിൽ മതിയായിരുന്നു. കൈ ഇവിടുന്ന് മാറ്റിയിട്ട് ഇങ്ങനെ വേറെല് വെക്കായിരുന്നു. ആരും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണത്. സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ പടച്ചോന്റെ സൃഷ്ടിപ്പ് എത്ര മനോഹരാണെന്ന് മനസ്സിലാവും. നോക്കൂ, നിങ്ങൾ ഒരു വണ്ടി കമ്പനി, ഒരു കാറിന്റെ കമ്പനി, ഇപ്പോ സ്വിഫ്റ്റ്, അതിന്റെ ആർക്കിടെക്റ്റിന് കോടികളാണ് സാലറി കൊടുക്കുക, ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കും ഒരു സ്വിഫ്റ്റിന്റെ ആർക്കിടെക്റ്റിന്. അയാൾ 2-3 വർഷം ആലോചിച്ചിട്ടാണ് 6th ജനറേഷൻ, 5th ജനറേഷൻ, 4th ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഷേപ്പ് മാറ്റിയിട്ടും വെയിറ്റ് കുറച്ചിട്ടും അല്ലാതെയൊക്കെ നിരത്തിലേക്ക്, റോഡിലേക്ക് വണ്ടി ഇറക്കി ഡിസൈൻ ചെയ്ത് വണ്ടി ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ വണ്ടിന്റെ ഗ്രില്ല് പോരാ എന്ന് പറഞ്ഞിട്ട് പുതിയ ഗ്രില്ല് വെക്കും. ആ വണ്ടിന്റെ അലോയ് വീല് പോരാ, അതെടുത്തിട്ട് വേറെ അലോയ് വീല് വെക്കും. അതിന്റെ സീറ്റ് കവർ പോരാ, സീറ്റ് കവർ മാറ്റും. അതിന്റെ ഹെഡ്ലൈറ്റ് പോരാ, ഹെഡ്ലൈറ്റ് മാറ്റും. അപ്പൊ ഇത്രയൊക്കെ ലക്ഷം കൊടുത്തിട്ട് ചിന്തിച്ച് തീരുമാനിച്ചിറക്കുന്ന ഒരു വണ്ടി പോലും സാധാരണക്കാരായ നമ്മൾ ഭംഗിയില്ല എന്ന് പറഞ്ഞതിന്റെ മോഡിഫൈ. ഇനി ബെൻസും അങ്ങനെ തന്നെ. ബെൻസിന്റെ ഗ്രില്ല് മാറ്റുന്നവരുണ്ട്, ബെൻസിന്റെ അലോയ് വീല് മാറ്റുന്നവരുണ്ട്. ബെൻസൊക്കെ വലിയ ഇന്റർനാഷണൽ വലിയ ബ്രാൻഡാണ്, കോർപ്പറേറ്റുകളുടെ വണ്ടിയാണല്ലോ, മുതലാളിമാരുടെ വണ്ടിയാണല്ലോ. അവിടെ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മോഡിഫൈ ചെയ്യുന്നുണ്ട്. കോടികളാണ് അവർക്കൊക്കെ സാലറി ഉണ്ടാവുക. എന്നാൽ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ എവിടെയെങ്കിലും ഓർഡർ തെറ്റിയ ഒരു വസ്തുവുണ്ട് എന്നാർക്കെങ്കിലും പറയാനുണ്ടോ? ഓർഡർ തെറ്റിയതായിട്ട് കൈയിന്റെ ഓർഡർ വേണ്ട, ഈ ഓർഡറിലല്ല വേറൊരു ഓർഡറിൽ വേണമായിരുന്നു, ഡിസോർഡർ ആയിട്ടുണ്ട്. ഡോക്ടർമാർ പറഞ്ഞോ, സയന്റിസ്റ്റ് പറഞ്ഞു, ശാസ്ത്രജ്ഞന്മാർ ആരെങ്കിലും ലോകത്ത് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ തിരിച്ചറിഞ്ഞാൽ മതി എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, അല്ലാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ, അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് തന്നെ അവരെ ശിക്ഷിക്കുമെന്നാ പറഞ്ഞത്. ആ ശിക്ഷ പരീക്ഷണമായിട്ട് നൽകുന്ന ശിക്ഷയാണ്. രോഗം, ചില ആളുകൾക്ക് അല്ലാഹു പരീക്ഷണമായിട്ട് രോഗം തരാറുണ്ട്. ക്യാൻസർ ആയാലും ഏത് അസുഖങ്ങളായാലും ഭക്ഷണമൊക്കെ നന്നായി നിയന്ത്രിക്കുന്ന ആളുകൾക്കും അസുഖം വരാം. ഭക്ഷണം നിയന്ത്രിച്ചാൽ അസുഖം തീരെ വരൂല എന്നല്ല, നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോ അപകടം വരൂല എന്ന് നമ്മൾ ഉറപ്പ് പറയാൻ കഴിയില്ല. നമ്മൾ എത്ര മാന്യമായി ഡ്രൈവ് ചെയ്താലും മറ്റുള്ളവൻ വന്ന് ഇടിച്ചാൽ തീർന്നു നമ്മുടെ ജീവിതം തന്നെ. നമ്മൾ എത്ര സൂക്ഷ്മതയിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നുണ്ട്, 60ന്റെ മുകളിൽ നമ്മൾ സ്പീഡിൽ പോകുന്നില്ല, നമ്മുടെ ഇടതുഭാഗം ചേർന്ന് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. എന്നാലും അപ്പുറത്തുള്ളവന്റെ 1 മിനിറ്റ് അശ്രദ്ധ മതി, 1 സെക്കൻഡ് അശ്രദ്ധ മതി നമ്മുടെ വാഹനത്തിൽ വന്ന് വണ്ടി ഇടിക്കാനും നമ്മൾ കൊല്ലപ്പെടാനും. അപ്പൊ നമ്മൾ സൂക്ഷിച്ചത് കൊണ്ട് പ്രിയപ്പെട്ടവരെ അസുഖം വരാതിരിക്കണമെന്നില്ല. സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അഥവാ അപ്പുറത്തുള്ള വാഹനം വന്ന് ഇടിക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സൂക്ഷിക്കാതെ പോകാൻ പാടുണ്ടോ? നമ്മൾ കഴിവിന്റെ പരമാവധി കെയർ ചെയ്തിട്ടല്ലേ ഡ്രൈവ് ചെയ്യേണ്ടത്. അതേപോലെ അള്ളാഹുവിന്റെ പരീക്ഷണമായിട്ട് രോഗം വരുമല്ലോ, എന്തായാലും മരിക്കും, തിന്നാലും മരിക്കും, തിന്നില്ലേലും മരിക്കും. തിന്ന് മരിക്കലല്ലേ ഖൈർ എന്നാണ്
എന്നാണ് ചില മടിയന്മാര് പറയുന്നത്. അങ്ങനെ പറയുന്ന കുറെ ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. തിന്നാലും എനിക്കും തിന്നില്ലേലും എനിക്കും അവൻ നല്ലത് തിന്നുവരിക്കലല്ലേ, ഉടായിപ്പുകളാണ്. ഭക്ഷണം നിയന്ത്രിക്കാൻ കഴിയാത്ത മടിയന്മാർ. ചിലപ്പോ അവര് നേരെ മര്യാദയ്ക്ക് തിന്നിരുന്നെങ്കിൽ 10 വർഷം കൂടി കൂടുതൽ ആയുസ്സുണ്ടായിരുന്നു. ഈ ഡയലോഗ് അടിച്ചിട്ട് മര്യാദയ്ക്ക് ജീവിക്കാത്തത് കൊണ്ട് 10 വർഷം നേരത്തെ പഠിച്ചും കൊണ്ടുപോയി. നമ്മൾക്ക് മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഒക്കിനോവ എന്ന് പറയുന്ന ജപ്പാനിലെ പ്രദേശക്കാർ. വേറൊന്നും വേണ്ടല്ലോ, ഒരു യാത്ര ചെയ്തോളൂ, ആ പുസ്തകം വായിച്ചോളൂ, ഒരു യാത്ര ചെയ്തോളൂ ജപ്പാനിലേക്ക്, എന്നിട്ട് പഠിച്ചോളൂ അവരെ കുറിച്ച്. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് അതിൽ പറയുന്ന മറ്റൊരു വിഷയമാണ്, അവർ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ്, സൗഹൃദ ബന്ധം നിലനിർത്തുന്നവരാണ്, അവർ ഒറ്റയ്ക്കായി ജീവിക്കുന്നവരല്ല, അവരൊരു പരസ്പരം ഇന്റർ ഡിപെൻഡന്റ് ആയി ജീവിക്കുന്നവരാണ്. ഹദീസ് പഠിച്ച ഉസ്താദുമാരും വിദ്യാർത്ഥികളൊക്കെ കണ്ടിട്ടുണ്ടാകും. അശ്അരിയ എന്ന് പറയുന്ന ഒരു നാട്ടുകാരെ കുറിച്ചുള്ള ഒരു ഹദീസ്. നബിതങ്ങൾ പറഞ്ഞു, യമനിൽ ഒരു നാടുണ്ട്, ആ നാട്ടുകാരുടെ കുടുംബത്തിന്റെ പേര് അശ്അരിയ എന്നാണ്. അബൂ മൂസൽ അശ്അരി അദ്ദേഹത്തിന്റെ നാട്ടുകാർ. ആ നാട്ടുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നൽ അശ്അരിയ വിഭാഗം, ആ നാട്ടിൽ ആർക്കെങ്കിലും ദാരിദ്ര്യമുണ്ടായാൽ, ഒരു പെണ്ണ് വിധവയായാൽ, ഭർത്താവ് മരണപ്പെട്ട് പെണ്ണ് വിധവയായാൽ, മക്കൾ യതീമായാൽ, കച്ചവടം ഒരാളുടേത് തകർന്ന് തരിപ്പണമായി സാമ്പത്തികമായി പ്രതിസന്ധിയിലായാൽ, ആ നാട്ടുകാരെല്ലാവരും അവരുടെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യങ്ങളും കൊണ്ടുവന്ന് പള്ളിയിൽ ഒരു വിരിപ്പിൽ ഇങ്ങനെ സ്വരൂപിക്കും. 100 വീടുണ്ടെങ്കിൽ 100 വീട്ടുകാരും അവരുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ ഒരു മുസല്ലയിൽ കൊണ്ടുവന്നിടും. 1 ലക്ഷം കൊണ്ടുവരുന്നവരുണ്ടാകും, അതിന് 10 ലക്ഷം കൊണ്ടുവരുന്നവര്, 50 ലക്ഷം കൊണ്ടുവരുന്നവര്, 10,000 കൊണ്ടുവരുന്നവരെ, ഇങ്ങനെ 1000 മുതൽ 10 ലക്ഷം വരെ കൊണ്ടുവന്നിട്ട് മുസല്ലയിൽ അവർ നിക്ഷേപിക്കും. 100 വീട്ടുകാരും. ആ നാട്ടിനൊരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താനാണ് അവസാനം ഈ സമ്പാദ്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 10 ലക്ഷം കൊണ്ടുവന്നവനും 1000 കൊണ്ടുവന്നവനും തിരിച്ചു പോകുമ്പോൾ ഒരേ പൈസയുമായിട്ടാ തിരിച്ചു പോവുക. എല്ലാവർക്കും 1 ലക്ഷം. എല്ലാരും തിരിച്ചു പോകുന്നത് 1 ലക്ഷം രൂപ. അതിൽ ചില ആളുകൾ 10 ലക്ഷം കൊണ്ടുവന്നു, അവർക്ക് 9 ലക്ഷം നഷ്ടമാണ്. വേറെ ചില ആളുകൾ 1000 കൊണ്ടുവന്നു, അവർക്ക് 99,000 ലാഭമാണ്. അതില്ല, ആ നാട്ടുകാർക്ക് അതിൽ പൊരുത്താണ്, ആ നാട്ടുകാർക്ക് അതിൽ തൃപ്തിയാണ്. ആ നാട്ടുകാർ എന്നിൽപ്പെട്ടവനാണ്. അനമിൻഹും, ഞാൻ അവരിൽപ്പെട്ടവരാണ്. അവർ എന്നിൽപ്പെട്ടവനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇതേ സ്വഭാവം ഞാൻ പറഞ്ഞ ഈ ഒക്കിനോവ എന്ന് പറയുന്ന പ്രദേശത്തുകാർക്കുണ്ട്. ഇതേ സ്വഭാവം, ഈ പറഞ്ഞ സ്വഭാവം ഈ ഒക്കിനോവ എന്ന് പറയുന്ന പ്രദേശത്തുകാർക്കുണ്ട്. അവര് ഞാൻ പറഞ്ഞു നോക്കി ഏതൊക്കെ നബിതങ്ങൾ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങളാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഒന്ന്, ഈ അശ്അരിയ വിഭാഗക്കാർ പരസ്പരം ഇന്റർ ഡിപെൻഡ് ആയതുപോലെ, ആശ്രയിക്കുന്നത് പോലെ, ഒരാൾ തകർന്നാൽ മറ്റൊരാൾ സഹായിക്കുന്ന ആ സ്വഭാവം. രണ്ടാമത്തേത്, ഭക്ഷണം 80% അവർ കഴിക്കാറുള്ളൂ. ഇതിന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത്, കുടുംബ ബന്ധം ചേർക്കുന്നവരാണവർ, സൗഹൃദ ബന്ധം ചേർക്കുന്നവരാണവർ. നാലാമത്തേത്, അവർ വിശ്രമിക്കാറില്ല, എപ്പോഴും ബിസിയായിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ 4 കാര്യം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും ഫോളോ ചെയ്യുന്നില്ല. ഫോളോ ചെയ്യുന്നത് ഈ നാട്ടുകാരാണ്. അതുകൊണ്ട് അവർക്ക് നീണ്ട ആയുസ്സുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, നിങ്ങളോട് അല്ലാഹുവിന് ഇഷ്ടം തോന്നിയാൽ അല്ലാഹു തആല പരീക്ഷണമായി നിങ്ങൾക്ക് രോഗം തന്നേക്കാം, ശിക്ഷ തന്നേക്കാം. എന്നാൽ വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, അല്ലാഹുവിന് ഒരാളോട് കോപം തോന്നിയാൽ, വെറുപ്പ് തോന്നിയാൽ, അംസക അൻഹു ബിദംബിഹി, അയാൾ ചെയ്ത തെറ്റിന് അല്ലാഹു തആല ഒരു ശിക്ഷ പോലും ഭൂമിയിൽ തരാതെ ആഖിറത്തിലേക്ക് അയാളുടെ ശിക്ഷയെ എടുത്തു വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്.